പഹൽഗാമിൽ തീവ്രവാദികൾ 26 വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊന്നത് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടായിരുന്നു. കലിമ ചൊല്ലാൻ അറിയാവുന്നവരെ വെറുതെ വിടുകയും അറിയാത്തവരെ വെടിവെച്ച് കൊല്ലുകയുമായിരുന്നു ചെയ്തത്. അതും ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട്. നിലവിൽ ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ നിന്ന് ഗുരുതരമായ ഒരു ജിഹാദ് കേസാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി മതം മാറ്റാൻ നിർബന്ധിച്ചു എന്നാരോപിച്ച് യുവതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വിവാഹത്തിന് നിർബന്ധിക്കുകയും 3 ദിവസത്തേക്ക് ബന്ദിയാക്കുകയും ചെയ്തതായും യുവതി ആരോപിക്കുന്നുണ്ട്. പരാതിയെ തുടർന്ന് പോലീസ് നടപടിയെടുക്കുകയും പ്രതികളായ ദമ്പതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മറ്റ് പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. പോലീസ് പറയുന്നതനുസരിച്ച് ഇങ്ങനെയാണ്. അതായത് പരാതി നൽകിയ യുവതി മജോള പ്രദേശത്തെ താമസക്കാരിയാണ്. വർഷങ്ങളായി ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ഏകദേശം 3 വർഷം മുമ്പ് മെഹനം ബീഗം എന്ന സ്ത്രീയെ ഇവർ കണ്ടുമുട്ടുകയുണ്ടായി. ഇവരുമായി നല്ല സൗഹൃദത്തിലായി ഈ പരാതിക്കാരി. പിന്നീട് ഗൂഢാലോചനയുടെ ഭാഗമായി ഈ സൗഹൃദം ചൂഷണം ചെയ്തതായി സ്ത്രീ ആരോപിക്കുന്നുണ്ട്. 2026 ഫെബ്രുവരി മാസം 6-ാം തീയതി താൻ മെഹംബിഹത്തിന്റെ വീട്ടിൽ എത്തിയപ്പോൾ അവരുടെ ഭർത്താവും പുരോഹിതനുമായ സുൽത്താൻ സലാഹുദ്ദീനും മറ്റു 2 പുരുഷന്മാരും അവിടെ ഉണ്ടായിരുന്നുവെന്നും ആ യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. തന്നെ ബന്ദിയാക്കി തോക്കിൻ മുനയിൽ നിർത്തി കൽമ ചൊല്ലാൻ നിർബന്ധിച്ചുവെന്നാണ് അവർ ആരോപിച്ചത്. തുടർന്ന് സുൽത്താൻ സലാഹുദ്ദീനെ വിവാഹം കഴിക്കാൻ സമ്മർദ്ദം ചെലുത്തി. പക്ഷെ തന്റെ എതിർപ്പ് കാരണം വിവാഹം തടസ്സപ്പെടുകയാണ് ഉണ്ടായത്. 3 ദിവസത്തേക്ക് തന്നെ ആ വീട്ടിൽ ബന്ദിയാക്കി വെച്ചതായും ഈ സമയത്ത് പീഡിപ്പിച്ചതായും സ്ത്രീ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. എങ്ങനെയോ അവിടെ നിന്നും രക്ഷപ്പെട്ട ശേഷം സംഭവം പോലീസിൽ അറിയിക്കുകയായിരുന്നുവെന്നാണ് യുവതി പറഞ്ഞത്. പ്രതി തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും, അതായത് പോലീസിനെ അറിയിച്ചാൽ പ്രതി തന്നെ വകവരുത്തി കളയുമെന്ന് യുവതി പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സുൽത്താൻ സലാഹുദ്ദീനെയും ഭാര്യ മെഹം ബീഗത്തെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഒരു പുരോഹിതനും മറ്റു 2 പ്രതികളും ഇപ്പോഴും ഒളിവിലാണെന്നും അവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് പറയുകയാണ്. ഉപയോഗിച്ചതായി പറയപ്പെടുന്ന ലൈസൻസ് ഉള്ള പിസ്റ്റൾ പിടിച്ചെടുക്കാനും പോലീസ് ഒരുങ്ങുകയാണ് ഇപ്പോൾ. കൂടാതെ യുവതി 2 ദിവസം ബന്ദിയാക്കപ്പെട്ട വീടിൽ പോലീസ് എത്തി പരിശോധന നടത്താനും, അതായത് ആ യുവതിയെ കൊണ്ട് തന്നെ ഒരു തെളിവെടുപ്പ് എന്ന രീതിയിലേക്ക് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും വരും ദിവസങ്ങളിൽ യുവതിയെ കൊണ്ട് അവിടെ ഒരു തെളിവെടുപ്പ് നടത്താനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുണ്ട്. കൂടാതെ പിടിച്ചെടുത്ത തോക്കിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ വിശദമായ ഒരു അന്വേഷണവും ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. അന്വേഷണം പൂർത്തിയായ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യുവതിയെ മതം മാറ്റി ആ മുസ്ലിം പുരോഹിതനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാനോ ഉള്ള ഏതെങ്കിലും ഒരു രീതി ആയിരുന്നോ, അതായത് തെറ്റായ ഒരു രീതിയിലേക്ക് ആ യുവതിയെ കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണോ ആ മുസ്ലിം പണ്ഡിതൻ അല്ലെങ്കിൽ ആ മുല്ലാഖ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊരു സംശയമാണ് പോലീസിനുള്ളത്. കാരണം നമുക്കറിയാം, ഉത്തർപ്രദേശിൽ വ്യാപകമായി തന്നെ പാകിസ്ഥാനുമായി ബന്ധമുള്ള ചില ഉത്പന്നങ്ങൾ അവിടെ ഉണ്ട് എന്നത് കുറച്ച് ദിവസത്തിന് മുമ്പേ തന്നെ റിപ്പോർട്ട് ലഭിച്ചതാണ്. ഉത്തർപ്രദേശിലും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിലും അടക്കം പല തരത്തിലുള്ള, ആന്ധ്രാപ്രദേശിൽ ഒരു വ്യാപാരിയുടെ കടയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റെയ്ഡ് നടത്തിയപ്പോൾ അതിൽ പാകിസ്ഥാൻ ഉത്പന്നങ്ങൾ, അതായത് പാകിസ്ഥാൻ കമ്പനിയുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉത്പന്നങ്ങളായ ക്രീമുകൾ, ഫേസ് വാഷുകൾ ഉൾപ്പെടെ കണ്ടെത്തുന്നു. ഉത്തർപ്രദേശിലെ ഒരു മുസ്ലിം പള്ളിയിൽ ഒരു ഫാന് ചീത്താവുകയും ആ ഫാന് ഒന്ന് നന്നാക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് സർവീസ് ചെയ്യാനായിട്ട് ഉത്തർപ്രദേശിലെ ഒരു കടയിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തപ്പോഴാണ് ആ ഫാനിന്റെ സൈഡിലായിട്ട് മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്ന ഒരു ലേബൽ ഉണ്ടായിരുന്നത്. അതോടെ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഫാനുകളാണെന്ന് അറിയുകയും ചെയ്തു. അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ പാകിസ്ഥാനിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അരങ്ങേറുന്നുണ്ട്. കൂടാതെ തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ രാജ്യവ്യാപകമായി തന്നെ വല വിരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ഏജൻസികളടക്കം പറയുന്നുണ്ട്. അതായത് ഈ ഹിന്ദുക്കളെ അടക്കം മതം മാറ്റി പാകിസ്ഥാനികളാക്കുക അല്ലെങ്കിൽ മുസ്ലിമാക്കുക, അവരെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്നുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-ഇ തോയ്ബയും ഒക്കെ അവരുടെ പ്രോക്സി സംഘടനകൾ ഇപ്പോൾ ചെയ്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ജെയ്ഷെ മുഹമ്മദ് ഈ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് ആണുങ്ങളെയൊക്കെ വശീകരിച്ച് അല്ലെങ്കിൽ പ്രേമം നടിച്ചുകൊണ്ട് അവരെ വലയിലാക്കി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയും, അതോടൊപ്പം തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഒരു കുറേ മുസ്ലിം ആൾക്കാർ അവിടെ താമസിക്കും. എന്നാൽ അവർ ഈ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളെ വശീകരിച്ചുകൊണ്ട് അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അവരെ മതം മാറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാ മുസ്ലിമുകളും തീവ്രവാദത്തെ പിന്താങ്ങുന്നു അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നു എന്നല്ല,
ചുരുക്കം ഒരു 100% എടുത്തു കഴിഞ്ഞാൽ ഒരു 40-50% അല്ലെങ്കിൽ 60%-ഓളം ഒരു മുസ്ലിം സംഘടനകൾ കലിമ ചൊല്ലാൻ പറയുക, അവരെ മുസ്ലിമിലേക്ക് മതം മാറ്റി വലിയ രീതിയിൽ ഒരു ഭൂരിപക്ഷം കൊണ്ടുവരിക രാജ്യത്ത്. അതാണ് അവരുടെയൊക്കെ ചില തരത്തിലുള്ള നീക്കങ്ങൾ. അപ്പോൾ ഇതെല്ലാം IB-യും അതോടൊപ്പം തന്നെ റോയും അടക്കമുള്ളവർ ഓരോ ഇൻപുട്ടുകളും അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തിന്റെ ATS അടക്കമുള്ളവർ ഇത് അതിസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ മാത്രമേ ഉത്തർപ്രദേശിലെ ഈ കൽമ തോക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട് കൽമ ചൊല്ലാൻ ആവശ്യപ്പെട്ട ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ.